നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് ഇടയ്ക്കുണ്ടാകുന്ന വലിയ കുതിച്ചുചാട്ടങ്ങളെക്കാൾ നിക്ഷേപകർ വിലമതിക്കുന്നത് അവയുടെ സ്ഥിരതയാർന്ന പ്രകടനത്തിലാണ്. വിപണിയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം ലാഭമുണ്ടാക്കുന്ന പല ഫണ്ടുകൾക്കിടയിൽ ദീർഘകാല അളവിൽ ഒരേപോലെ മികച്ച പ്രകടനം നിലനിർത്തുന്നത് ചുരുക്കം ചില ഫണ്ടുകൾ മാത്രമാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ അഥവാ ആംഫിയും വാല്യൂ റിസർച്ച് എന്നിവയുടെ പുതിയ കണക്കുകൾ പ്രകാരം 3 പൊതുമേഖലാ ഫണ്ടുകൾ 3 വർഷം, 5 വർഷം എന്നീ കാലയളവിൽ മികച്ച സ്ഥിരത പുലർത്തിയിട്ടുണ്ട്. ഫണ്ടുകളെ കുറിച്ചാണ് ഇനിയുള്ള സെഷനുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ഫണ്ട് SBI PSU ഡയറക്ട് പ്ലാൻ ഫണ്ടാണ്. ഇന്ന് ഈ ഫണ്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. SBIയുടെ തീമാറ്റിക് ഇക്വിറ്റി ഫണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് പ്രധാനമായും നിക്ഷേപം നടത്തിയിട്ടുള്ളത്. 2026 ഏപ്രിൽ 20 കണക്കനുസരിച്ച് ഫണ്ടിന്റെ NAV 40 രൂപയാണ്. ഉയർന്ന റിസ്ക് സാധ്യതയുള്ള ഫണ്ടിന്റെ ആകെ നിക്ഷേപ മൂല്യം അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 5891 കോടി രൂപയാണ്. നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകിയ ഫണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടെ വാർഷികാടിസ്ഥാനത്തിൽ 34.3% റിട്ടേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിക്ഷേപ ചരിത്രം പരിശോധിച്ചാൽ 10 വർഷം മുൻപ് നടത്തിയ ഒരു നിക്ഷേപം ഏകദേശം 189% വളർച്ചയോടെ വലിയൊരു തുകയായി മാറിയിട്ടുണ്ട്. ഈ ഫണ്ടിന്റെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC തുടങ്ങിയ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മുൻപന്തിയിലുള്ളത്. 0.85% ഈ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ. SBI PSU ഡയറക്ട് ഫണ്ടിന്റെ നിക്ഷേപ വിന്യാസം പരിശോധിച്ചാൽ ആകെ മൂല്യമായ 5891 കോടി രൂപയുടെ സിംഹഭാഗവും ഓഹരി വിപണിയിലാണെന്ന് കാണാം. ഫണ്ടിന്റെ 95.13% തുകയും ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ ഇതൊരു പ്യുവർ ഇക്വിറ്റി ഫണ്ട് തന്നെയാണ്. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കോ പുതിയ നിക്ഷേപ അവസരങ്ങൾക്കോ വേണ്ടി 4.79% തുക ക്യാഷായും വളരെ ചെറിയൊരു ഭാഗം ബോണ്ടുകൾ പോലുള്ള ഡെറ്റ് നിക്ഷേപങ്ങളിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളിലായതിനാലും ഡെറ്റ് വിഹിതം വളരെ കുറവായതിനാലും വിപണിയിലെ ചലനങ്ങൾ ഈ ഫണ്ടിനെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഫണ്ടിനെ വെരി ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും 4 മേഖലകളിലായാണ് ഫണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫണ്ടിന്റെ ഏറ്റവും വലിയ വിഹിതം ഊർജ്ജ ഉൽപാദനവും വിതരണവും ഉൾപ്പെടുന്ന എനർജി ആൻഡ് യൂട്ടിലിറ്റീസ് മേഖലയിലാണ്. ഇതിന് പിന്നാലെ പൊതുമേഖലാ ബാങ്കുകളും ധനകാര്യ സേവനങ്ങളും അടങ്ങുന്ന ഫിനാൻഷ്യൽ മേഖലയും രണ്ടാമത്തെ വലിയ നിക്ഷേപമായി നിലകൊള്ളുന്നുണ്ട്. കൂടാതെ നിർമ്മാണ പ്രതിരോധ മേഖലയിലെ കമ്പനികൾ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയൽ 13.46% വിഹിതവും ലോഹഖനന മേഖലകളായിട്ടുള്ള മെറ്റീരിയൽസിൽ 7.24% വിഹിതവും ഫണ്ട് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഫണ്ടിന്റെ നിക്ഷേപത്തിന്റെ ഏകദേശം 79% ഊർജ്ജ ബാങ്കിംഗ് മേഖലകളിലായതിനാൽ ഈ 2 സെക്ടറുകളിലെ ചലനങ്ങൾ ഫണ്ടിന്റെ ലാഭത്തെയും പ്രകടനത്തെയും കാര്യമായി സ്വാധീനിക്കും. ബെഞ്ച് മാർക്കിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന 1.1 ആൽഫ നിരക്കും വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ താരതമ്യേന കുറഞ്ഞ അളവിൽ മാത്രം ബാധിക്കുന്ന 0.94 ബീറ്റ നിരക്കുമാണ് ഫണ്ടിന്റെ പ്രത്യേകത. നിക്ഷേപത്തിലെ റിസ്കിന് ആനുപാതികമായ ലാഭം അളക്കുന്ന ഷാർപ്പ് 1.04ഉം സോട്ടിന് 1.69 അനുപാതങ്ങളും ആകർഷകമായ 11.55 PE റേഷ്യോയും ഫണ്ടിന്റെ കരുത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഫണ്ടിന്റെ ആകെ നിക്ഷേപത്തിന്റെ 54% മികച്ച 5 കമ്പനികളിലും 95% മികച്ച 20 കമ്പനികളിലുമായാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സാധാരണ നിക്ഷേപകർക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിൽ 500 രൂപ മുതൽ SIP വഴിയോ 5000 രൂപയുടെ ഒറ്റത്തവണ നിക്ഷേപം അഥവാ ലംസം വഴിയോ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കാവുന്നതാണ്. തുടർന്നുള്ള നിക്ഷേപങ്ങൾക്ക് ചുരുങ്ങിയത് 1000 രൂപ മതിയാകും. പ്രകടനം വിലയിരുത്തിയാൽ ഇക്വിറ്റി തീമാറ്റിലെ മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് കാണാം. കഴിഞ്ഞ 3 വർഷത്തിനിടെ 34.3% വാർഷിക റിട്ടേൺ നൽകിയതിനാൽ ഫണ്ട് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്താണ്. അതുപോലെ 5 വർഷത്തെ കാലയളവിലും 30.4% റിട്ടേണോടെ 1ാം സ്ഥാനം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ 2 കാലയളവിലും വിഭാഗത്തിലെ ശരാശരി റിട്ടേണിനേക്കാൾ ഉയർന്ന നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. 10 വർഷത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ 16.8% റിട്ടേണോടെ 2ാം സ്ഥാനത്തുണ്ട്. തുടങ്ങിയ കാലം മുതൽ ശരാശരി 12.5% വാർഷിക വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കഴിഞ്ഞ 3 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ ഏറ്റവും മികച്ച ഫണ്ടായി ഉയരാൻ ഇതിന് സാധിച്ചു എന്നത് വ്യക്തമാണ്. ഈ സ്ഥിരത SIP റിട്ടേണുകളിലും വ്യക്തമായി കാണാം. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ ഫണ്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരുടെ പട്ടികയിലുണ്ട്. SBI PSU ഡയറക്ട് ഫണ്ട് 26.99% SIP റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതായത് പ്രതിമാസം 10,000 രൂപ നിക്ഷേപിച്ച ഒരാളുടെ സമ്പാദ്യം ഇന്ന് 11.67 ലക്ഷം രൂപയായി വളർന്നിട്ടുണ്ട്. നിങ്ങൾ 3 വർഷം മുൻപ് SBI PSU ഡയറക്ട് ഫണ്ടിൽ 1 ലക്ഷം രൂപ ഒറ്റത്തവണയായി നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഈ ഫണ്ടിന്റെ 34.3% വാർഷിക വളർച്ചാ നിരക്ക് അനുസരിച്ച് ആ തുക ഇന്ന് ഏകദേശം 2,42,200 രൂപയായി വർദ്ധിക്കും.
സാധിക്കുമായിരുന്നു. അതായത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് 1,42,200 രൂപയുടെ ലാഭം നേടാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. വിപണിയിലെ പൊതുമേഖലാ ഓഹരികളുടെ മികച്ച മുന്നേറ്റമാണ് ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ നിക്ഷേപ ഇരട്ടിയിലധികമായി വളരാൻ സഹായിച്ചത്. അതല്ല, നിങ്ങൾ 3 വർഷം മുൻപ് പ്രതിമാസം 5,000 രൂപ വീതം ഫണ്ടിൽ SIP ആരംഭിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആകെ സമ്പാദ്യം ഇന്ന് 3,02,000 രൂപയായി വളർന്നിട്ടുണ്ടാകും. അതായത് ചിട്ടയായ നിക്ഷേപത്തിലൂടെ മാത്രം ചുരുങ്ങിയ കാലയളവിൽ 1,22,000 രൂപയുടെ മികച്ചൊരു അധിക നേട്ടം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിക്ഷേപം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു വെരി ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്ന ഫണ്ട് ആയതിനാൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭവിഹിതത്തിൽ വ്യത്യാസങ്ങൾ വരാം എന്നുള്ളത് തന്നെയാണ്. അതിനാൽ കൃത്യമായ സാമ്പത്തിക ലക്ഷ്യത്തോടെയും വിദഗ്ധ ഉപദേശത്തോടെയും നിക്ഷേപ തീരുമാനമെടുക്കുന്നതാണ് ഉചിതം.